ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ 42-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന ധ്യാന വിഷയം ഇത് നീ വിശ്വസിക്കുന്നുവോ? ഇതിന് ആധാരമായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിച്ചിരിക്കുന്നു? ഇതായിരുന്നു യേശു മറിയോട് ചോദിച്ചതും ഇന്ന് നമ്മോട് ചോദിക്കുന്നതുമായ ചോദ്യം. നോമ്പുകാലം ആത്മപരിശോധനയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തി പുതുക്കുന്നതിൻ്റെയും ഒരു അവസരമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? നമ്മുടെ ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണോ പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ വിശദമായി 2 പ്രധാന ഭാഗങ്ങളിലൂടെ ചിന്തിക്കാം. യേശു പുനരുത്ഥാനവും ജീവനും. യോഹന്നാൻ 11-ാം അധ്യായം ലാസറിൻ്റെ മരണവും പുനരുത്ഥാനവും വിശദീകരിക്കുന്നു. ലാസറിൻ്റെ മരണം അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല, യേശുവിനോടുള്ള വിശ്വാസവും പരീക്ഷിക്കപ്പെട്ടൊരു ഘട്ടമായിരുന്നു. യോഹന്നാൻ 11-ാം അധ്യായം 21-32 വാക്യങ്ങളിൽ മാർത്തയും മറിയയും ഒരേ ചോദ്യമാണ് ഉന്നയിച്ചത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ വാക്യത്തിൽ ഒരത്യന്തം മാനവികമായ വികാരം നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു രക്ഷാപ്രവൃത്തിയായി ലഭിച്ചേനെ എന്ന വിശ്വാസം. എന്നാൽ യേശു ലാസറിൻ്റെ മരണത്തെ ഒരു അവസരമായി കണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാനായി തൻ്റെ ദൈവിക ശക്തി വെളിപ്പെടുത്തുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ് യേശു തൻ്റെ ദൈവികത ഉറപ്പിക്കുന്നു. മരണം അവസാന വാക്കല്ല, ജീവനും പുനർജീവനും അവനിൽ ലഭ്യമാണ്. പുനരുത്ഥാനം ഒരു ഭാവിക പ്രത്യാശയാണോ അതോ ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത്. മാർത്തയുടെ മറുപടിയിൽ ഇപ്രകാരം പറയുന്നു: ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. മാർത്ത പുനരുത്ഥാനത്തെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമായി മാത്രം കണക്കാക്കുന്നു. എന്നാൽ യേശു അപ്രതീക്ഷിതമായ മറുപടി നൽകുന്നുണ്ട്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അതായത് പുനരുത്ഥാനം ഒരു ഭാവിക പ്രത്യാശ മാത്രമല്ല, ഇപ്പോഴേ നടക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. ഇന്നത്തെ ക്രിസ്ത്യരുടെ വിശ്വാസം എവിടെയാണ്? നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ അവസ്ഥ വിലയിരുത്തേണ്ടതുണ്ട്. നമുക്ക് യേശുവിൽ യഥാർത്ഥ പുനർജീവിതമുണ്ടോ? യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പുതിയ ജീവിതത്തിൽ ജീവിക്കേണ്ടതാണ്. രണ്ടാമതായി, ഈ വിശ്വാസത്തിൻ്റെ ജീവിതാവസ്ഥ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, മരണത്തിന് മീതെയുള്ള വിശ്വാസം. മനുഷ്യരിൽ പലർക്കും മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമുണ്ട്. മരണത്തിനുള്ള മുന്നൊരുക്കം എന്നത് പലരും ഭയപ്പെടുന്ന ഒന്നാണ്. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് മരണത്തിന് ഒരു അന്തിമ അധികാരമില്ല എന്നതിനെക്കുറിച്ചാണ്. ലാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ പൂർത്തിയായി എന്ന് നമുക്കും കാണാം. ലാസറും വീണ്ടും മരിക്കേണ്ടതായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നിത്യമാണ്. അതിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ മരണത്തെ അതിജീവിച്ച ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ അനിശ്ചിതങ്ങൾ വളരെയധികം ഉണ്ട്. രോഗങ്ങൾ, ദുരിതങ്ങൾ, പീഡനങ്ങൾ. ഇതിനു മുന്നിൽ നമ്മുടെ വിശ്വാസം പതറുമോ എന്ന് നാം ചിന്തിക്കണം. രണ്ടാമതായി, മരണഭയം ഇല്ലാത്ത ജീവിതം. ജീവിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും മരിക്കുകയില്ല. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള മഹത്തായ പ്രത്യാശയാണ്. ലാസറിൻ്റെ കഥ ഒരു കാഴ്ചയാകുന്നു. നമ്മുടെ പഴയ പാപജീവിതം കുഴിമാടത്തിൽ കഴിയുന്ന അവസ്ഥയാണ്. അതിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തു നമ്മെ വിളിക്കുന്നു. പാപം ഒരു മരണാവസ്ഥയാണ്. എന്നാൽ യേശു പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊരു ആത്മീയ പുനരുത്ഥാനത്തിനായി തയ്യാറാകാം. നമ്മുടെ ജീവിതത്തിലെ മരിച്ച നിലയിലുള്ള വിശ്വാസവും പ്രത്യാശയും യേശുവിൽ പുതുക്കാം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവൻ്റെ സഹനങ്ങളും നമ്മുടെ പാപമോചനവും മനസ്സിലാക്കി പരിശുദ്ധിയുടെ പാതയിൽ സ്നേഹത്തിലും ആത്മസമർപ്പണത്തിലും മുന്നേറുവാൻ നമ്മുടെ ഹൃദയങ്ങൾ തയ്യാറാകട്ടെ. ഇതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.